ഇന്ന് കെ രാഘവൻ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഇത് PSCയുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് നിയമനം നടത്തിയിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ആ വിസ്തീർണത്തിൽ തൃപ്തരാവാത്തത്? സർ, ഇത് കുറെ കാലമായി ഈ ദിനേശ് എന്ന ചെറുപ്പക്കാരന് ജോലി കൊടുക്കുമെന്ന് കുറെ കാലമായി പറയുന്ന കാര്യമാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് ശ്രീ സതീശൻ പാച്ചേനിയോട് പോലും പലപ്പോഴും ഞങ്ങൾ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹമൊക്കെ അതിൽ ഇടപെട്ടുകൊണ്ട് നിർത്തിവെക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്താണ് വീണ്ടും ഇത് പൊന്തി വന്നത്. ഇതിനു മുൻപ് ശ്രീ കെ രാഘവന്റെ ജ്യേഷ്ഠനായ കെ രാജനായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം ഇവിടെ നിയമിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ കെ രാഘവനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന ധാർഷ്ട്യമോ ധിക്കാരമോ എന്തോ പറയട്ടെ, അതിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം വന്ന് ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ കൊടുക്കും, ഞാൻ എൻ്റെ കുടുംബക്കാരന് കൊടുക്കും, ഞങ്ങളൊക്കെ സാധാരണ പ്രവർത്തകർ ഒന്നിനും കൊള്ളില്ല എന്ന രീതിയാണ് ഇന്നലെ രാവിലെ അപ്പോയിന്റ്മെന്റ് നൽകിക്കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇന്നത്തെ ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? ഇവിടെ ആരൊക്കെയോ എന്നെ നശിപ്പിക്കാൻ, എന്റെ ഭാവി ജീവിതത്തെ തകർക്കാൻ ചിലർ കച്ച കെട്ടിയിറങ്ങി. എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത്, ഇവിടെ ഒരു DCC പ്രസിഡന്റും ഒരു KPCC പ്രസിഡന്റും ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. അവരൊക്കെ കണ്ടിരുന്നു എന്നല്ലാതെ അവരെല്ലാം നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രകടനമോ ഇങ്ങനെ കുഞ്ഞുമംഗലത്തെ അന്തരീക്ഷം വഷളാക്കാനോ ഈ പ്രവർത്തകർ തയ്യാറാകുമായിരുന്നില്ല. എന്നാൽ അവർ പ്രവർത്തകരുടെ ഇഷ്ടത്തിനൊത്ത് അവർക്ക് മാറേണ്ടി വന്ന ഗതികേടിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കെ സുധാകരനെതിരെ ഒളിയം പെയ്യുകയാണ് രാഘവൻ ഇന്ന് ചെയ്തത്. അതെ, ഇവിടെ അങ്ങനെ സുധാകരനാണോ നിങ്ങളുടെ പിന്നിൽ? ഒരു സുധാകരനുമില്ല. ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് ഇടപെട്ടതാണ്. ഇവിടെ പലപ്പോഴും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേർന്നാൽ ആ പ്രവർത്തകർക്ക് ഇതേ പറയാനുള്ളൂ. അവർക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പല ആൾക്കും ജോലി കൊടുക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ നല്ല പ്രവർത്തകനാണ്. സാധാരണഗതിയിൽ ഒരു അനുഭാവി എന്ന നിലയിൽ ജോലി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവനെ കൊടുക്കുന്നത് ഞങ്ങൾ പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടാണ് ഈ രീതിയിലേക്ക് ഒരു പ്രകടനത്തിന്, ഈ രീതിയിലേക്ക് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. കെ രാഘവന്റെ നാട്ടിലാണ് സമരം നടക്കുന്നത്, സ്ത്രീകളടക്കമുള്ള എന്ന് എനിക്ക് തോന്നുന്നു.